നമ്മുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് നിങ്ങളൊരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്ന, ഒരു ധർമ്മത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തോട്ട്സ് അല്ലെങ്കിൽ ചിന്ത ഒരു പരിധിക്കപ്പുറത്ത് അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചു പോവില്ല. അതിർവരമ്പുകൾ ലംഘിക്കുക എന്ന് പറയുന്നത് അച്ചടക്കം ലംഘിക്കുക എന്നുള്ളതാണെന്ന് നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുക ചെയ്യുന്നത്. ഈ സമൂഹത്തിലുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ, ഇത് വളരെ ഞാൻ കറക്റ്റായിട്ട് പറയുന്നത്, ഒരു ബോർഡർ ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത്ര വരെ നീ പോകാൻ പാടുള്ളൂ. സ്പിരിച്വല് ഇതാണ് നിന്റെ രീതി. ഈ സമ്പ്രദായത്തിൽ മാത്രമേ നീ ഒതുങ്ങി നിൽക്കാൻ പാടുള്ളൂ. അത് പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യം അസ്തമിച്ചു കഴിയും. ഉറപ്പല്ലേ? ഞാൻ പറയാണ് നിങ്ങളോട്, ഈ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്ന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾ അച്ചടക്കരാഹിത്യം അല്ലെങ്കിൽ അച്ചടക്കമില്ലാത്തവനായി എന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ അവിടെ ആ അതിർവരമ്പുകൾ നമ്മൾ വലിച്ചെറിയണം. അതിർവരമ്പുകൾ വലിച്ചെറിയുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ചില ഗുരുക്കന്മാർ പറയും, അച്ചടക്കം ലംഘിക്കരുത്, അതിനപ്പുറത്തേക്ക് ഏന്തി നോക്കരുത്, അവിടെ നിനക്ക് വലിയ ദുഃഖകരമായ അനുഭവമായിരിക്കും നിനക്കുണ്ടാവുക, അവിടെ നിനക്ക് വലിയ ദുഃഖകരമായ അനുഭവം ഉണ്ടാകുമെന്ന് നമ്മളെ പേടിപ്പിക്കും. ഈ പേടിയാൽ, ഈ ഭയത്താൽ നമ്മൾ അതിനപ്പുറത്തേക്ക് കടക്കൂല. എന്നാൽ നിങ്ങളെ മെഡിറ്റേഷൻ ഞാൻ പഠിപ്പിക്കുകയും ചെയ്യും. മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബോധത്തിന്റെ അപ്പുറത്തേക്ക് കടക്കാനാണ് ഞാൻ പറയേണ്ടത്. ബോധത്തിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ആവാൻ കഴിയില്ല, മെഡിറ്റേറ്റ് ചെയ്യാൻ കഴിയില്ല. ബോധത്തിന്റെ അപ്പുറത്തേക്ക്, ഞാനതാ പറഞ്ഞത്, ചിന്തകൾ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? ചിന്തകൾ അവസാനിക്കുന്ന സമയത്താണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒതുങ്ങുന്ന സമയത്താണ് നിങ്ങൾക്കൊരു ബോധത്തിലേക്ക് വരുന്നത്. നിങ്ങളൊരു ബോധത്തിലേക്ക് വരുന്നത്. ആ ബോധത്തിന്റെ അപ്പുറത്തേക്ക് കടക്കാനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിറ്റേഷനിലൂടെ പറയുന്നത്.